കാർത്തിക് സുബ്രായ തിരക്കഥ സംവിധാനം ചെയ്ത് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് പൊളപ്പൻ ട്രെയിലറാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കുറെ കാലമായി സൂര്യ ഈ സിനിമയിലൂടെ തിരിച്ചു വരും, ആ സിനിമയിലൂടെ തിരിച്ചു വരുന്നു കാത്തിക്കുന്നത്. കങ്കുവയിൽ ഉറപ്പായിട്ട് തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ പടവും നന്നായിട്ടില്ല. സൂര്യ വളരെ മോശമായിട്ടാണ് അതിൽ അവതരിപ്പിച്ചത്. എന്തായാലും റെട്രോ എത്തുമ്പം ആ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുമോ നമുക്ക് നോക്കാം. നമുക്ക് നേരെ ട്രെയിലർ റിയാക്ട് ചെയ്ത് ബാക്കി സംസാരിക്കാം. വായോ. വെൽക്കം വെൽക്കം വെൽക്കം. 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരേക്കും ഒരു ഷോ ഓട്ടിയാ. ഷോ ഓട്ടില്ല മാടേ. ഓട്ടാ ഓട്ടാ. போர் கொடுக்கிற போதை இருக்கே, போய் இந்த ரத்தம் சண்டை போய் திடீர்னு பீஸ் டெமோக்ரஸி எல்லாத்தையும் விட்டுட்டு வீட்டுல உட்காந்துட்டு தின்னுட்டு தூங்கிட்டே இருங்கண்ணா. சிரிச்சிட்ட எதுவுமே சரியாவலே. அடிதடி கட்ட பஞ்சாயத்து ரத்த கலரி ரவுடித்தனம் எல்லாத்தையும் இந்த நொடியோட விடுது. ஆனா இடப்பட்ட எங்க வாழ்க்கை அவளை கிட்டத்தட்ட ஒரு புத்தராகும், எனக்கு கிட்டத்தட்ட ஒரு அரக்கனாகும் மாத்திடுச்சு. இந்த அடிதடி ரத்தம் எதுவும் என்ன விட்டு போகாது. நிறைய அளவிச்சிட்ட பாரு. இவ்வளவுதான். எப்போ வருவான்? சிறப்பான தரமான சம்பவம் இனி பாப்பீங்கடா. மனுஷன் எல்லாரும் பல்சையும் பிடிச்சிட்டான். இன்னும் என்னென்ன ஆட்டம் ஆட போறானோ. நாளை ஊரே கைகுட்டி தட்ன பொழந்துரும். தட்ன பொழந்துருச்சு. தட்ன பொழந்துரும். தட்ன பொழந்துருச்சு. உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தனை. അടിപൊളി ട്രെയിലർ ആയിട്ടുണ്ട്. ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കേട്ട് പഴകിയൊരു സ്റ്റോറി തന്നെയാണ്. ഒരു വില്ലൻ സൈഡ് ഉണ്ട്. ഇതൊരു വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു. സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വരുന്നു, ഇതെല്ലാം നിർത്തണം എന്ന് പറയുന്നു, ടോട്ടലി ഒരു ഫാമിലി ലൈഫിലോട്ട് വരണം എന്ന് പറയുന്നു. ആ സ്റ്റോറി തന്നെയാണ്. നമുക്ക് ട്രെയിലർ കണ്ടാലും തിരിയും. പക്ഷെ അത് എത്ര നന്നായിട്ട് എടുത്തു എന്നുള്ളതാണ് പടത്തെ നന്നാക്കുന്ന കാര്യം. എന്തായാലും ട്രെയിലർ കണ്ടെടുത്തോളം അടിപൊളിയാണ്. അൽഫോൺസ് പുത്രനാണ് ട്രെയിലർ കട്ട് ചെയ്യുന്നത് പറയുന്നത് കേട്ടു. അപ്പൊ എന്തായാലും ആ കട്ടിങ്സ് ഒക്കെ അടിപൊളിയുണ്ട്. ട്രെയിലർ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഒരു വിന്റേജ് കാലഘട്ടം ആ ലുക്ക് ഒക്കെ സൂര്യ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിലും എല്ലാം ആ ഒരു പഴയ കാലഘട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ പൂജ ഹെഗ്ഡെയുടെ ലുക്കിൽ ഓരോ ഷോട്ടിലും ആ ഒരു പഴയ കാലഘട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വിന്റേജ് സംഭവം നന്നായിട്ട് ട്രെയിലറിൽ വന്നിട്ടുണ്ട്. 4 മലയാളി നടന്മാരുണ്ട് ഇതില് അല്ലേ. ജയറാമേട്ടനുണ്ട്. ജോജു നല്ല വില്ല റോളിലാണ്. സൂര്യയുടെ അച്ഛനായിട്ടാണോ സംശയമുണ്ട്. ഡാഡി ഈസ് കമ്മിങ് എന്നൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. സ്വാസികനെ കണ്ടു. പിന്നെ പ്രധാനമായിട്ട് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് സുജിത് ശങ്കറിന്റെ ഡയലോഗ് വെച്ചിട്ടാണ്. ഒരുപാട് മലയാളികളുണ്ട് ഇതില്. അതും ഇതിന്റെ ഒരു ഹൈലൈറ്റിംഗ് പാർട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പടം ശരിക്കും സൂര്യക്ക് തിരിച്ചു വരവാവും, അങ്ങനെ ഒരു ഫീല് തരുന്നുണ്ട്. കാർത്തിക് സുബ്രാജ് അല്ലേ, കുറച്ച് ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ വർക്കൗട്ട് ആയ പടങ്ങളും ഉണ്ടല്ലോ. സോ നന്നാവാൻ. അതുപോലെ തന്നെ സന്തോഷ് നാരായണന്റെ മ്യൂസിക് അടിപൊളിയായേ. ആ ഒരു സ്റ്റൈലൊക്കെ മ്യൂസിക്കിൽ വന്നിട്ടുണ്ട്. സിനിമക്ക് നല്ലൊരു ഹൈപ്പ് കൊടുക്കാൻ, സിനിമക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ സന്തോഷ് നാരായണ മ്യൂസിക്കൽ എപ്പം പറ്റാറുണ്ട്. കൽക്കിയിലൊക്കെ അടിപൊളി മ്യൂസിക് ആയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇതിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പാട്ട് നന്നായിട്ടുണ്ട്. കന്നിമ എന്നുള്ള പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഡാൻസും എല്ലാം അടിപൊളിയാണ്. പടം മെയ് 1 ഇറങ്ങാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇതൊരു ഹിറ്റ് അടിക്കട്ടെ. ഇത്ര കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള നല്ലൊരു ആക്ടിങ് സ്റ്റൈലുള്ള ഒരു നടനാണ്. നല്ല ചാമുള്ള നടനാണ് സൂര്യ.
സൂര്യക്ക് ഇതൊരു തിരിച്ചുവരവാവട്ടെ. എന്ത് പറയുന്നു നിങ്ങൾ സൂര്യ ഫാനാണോ? നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ഇത് ശരിക്കും ഹിറ്റ് അടിക്കുമോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള പ്രതീക്ഷകള്, സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? ഇങ്ങനെയുണ്ട് സൂര്യ ട്രെയിലറിൽ. സൂര്യയുടെ തിരിച്ചുവരവിനായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ്. എല്ലാം താഴെ കമന്റ് ചെയ്യണം, മറക്കാതെ കമന്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.